നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ഒരു പച്ചരി വീടിലെ ചെടിയുടെ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു CC പ്ലാന്റിൻ്റെ വാട്ടർ പ്രൊപ്പഗേഷൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ആദ്യം തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ CC പ്ലാന്റാണ്. ഈ പ്രൊപ്പഗേഷന് വേണ്ടി നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ എന്ന രീതിയിൽ ഒരു 23 ലീഫ് CC പ്ലാന്റ്. ഇത് ഈ 3 ലീഫ് വേറെ, ബാക്കി നമ്മൾ വെച്ചിരിക്കുന്നത് CC പ്ലാന്റിനാണ്. ഇപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വേര് പിടിച്ച് നല്ല രീതിയിൽ ബുഷായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ആദ്യം ഒരു കിഴങ്ങ് പോലെ വരും ഉണ്ട്. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഒരെണ്ണം പോലും നമുക്ക് വേസ്റ്റായിട്ടില്ല. ആ ലീഫ് കട്ട് ചെയ്ത തണ്ടാണ് ഈ നിൽക്കുന്നത്. അതിൽ നിന്ന് ഇപ്പം വേര് പൊടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ CC പ്ലാന്റ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പം നമ്മുടെ കയ്യിൽ CC പ്ലാന്റിൻ്റെ ഈ ഗ്രീൻ ലീഫിൻ്റെ CC പ്ലാന്റും ഉണ്ട്, ഇത് ബ്ലാക്കും ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഒരു ലീഫാണ് നമ്മുടെ ഒരു സുഹൃത്ത് തന്നത്. ഇത് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തല്ല ഇതെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരെ ഡയറക്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ CC പ്ലാന്റിൻ്റെ ഒരു ലീഫ് നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്താണ് നമ്മൾ നേരത്തെ കാണിച്ചത്. പക്ഷേ നമ്മൾ ഈ ബ്ലാക്ക് ലീഫ് ഇത് എടുത്തിരിക്കുന്നത് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാതെ നമ്മൾ നല്ല സോയിലിൽ ഇങ്ങനെ താത്തി വെച്ച് കിളിപ്പിച്ചെടുത്ത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് CC പ്ലാന്റ് കിളിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള CC പ്ലാന്റിൻ്റെ ഫസ്റ്റ് പീസാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ 2 തണ്ട് കട്ട് ചെയ്തത്. അത്രയും ലീഫ് നമ്മളതിനകത്ത് ഇപ്പോൾ വാട്ടർ പ്രൊപ്പഗേഷൻ നമ്മൾ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. 19/5/24 നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ജൂൺ 9 ആയപ്പം നമുക്ക് ഇത്രയും ലീഫിലും കിഴങ്ങായിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ കിഴങ്ങുമായി വേരുമായിട്ട് ഒരു ലീഫ് പോലും നമുക്ക് പാഴായി പോയിട്ടില്ല. ഒരെണ്ണം പോയിട്ടുണ്ട് കേട്ടോ, സോറി. ഇതിൽ വെച്ച ഒരു ലീഫ് നമുക്ക് പാഴായി പോയിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ലീഫും വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ CC പ്ലാന്റിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് കളർ. ഇതും നല്ല രസമാണ്. ഈ CC പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് പൊഴിഞ്ഞു പോകാനായിട്ട് വർഷങ്ങളെടുക്കും. പിന്നെ ഇതിലൊരു ടിപ്പെന്ന് വെച്ചാൽ ഇതിനകത്ത് ഭംഗി നിലനിർത്താനായിട്ട് നമ്മൾ എപ്പോഴും ഇതുപോലത്തെ ഒരു ടിഷ്യൂവിൽ കുറച്ച് നന്നായിട്ട് വേപ്പെണ്ണ മുക്കിയിട്ട് ഈ ലീഫിൽ തൂത്ത് കൊടുക്കുകയാണ്. ഇതുണ്ട്, നല്ല കണ്ണാടി പോലെ തിളങ്ങി നിൽക്കും. നല്ല രസമായിരിക്കും പ്ലാന്റ്. അതായത് ഇതിനധികം കീടങ്ങളുടെ ആക്രമണം ഇല്ല, പക്ഷേ എന്നാൽ പോലും നല്ല ക്ലിയർ ആയിട്ട് വെട്ടിത്തിളങ്ങി നിൽക്കുകയും ചെയ്യും. ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളി പ്ലാന്റാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ പല തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റിനകത്തോട്ട് മാറ്റും. ഇതിപ്പോൾ നമ്മൾ വളരാൻ അനുവദിച്ച് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് റബ്ബർ പ്ലാന്റ്. ഇതാണ്. ഇത് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് 2 ലീഫേ വെച്ചിട്ടുള്ളെങ്കിലും ഇത് നമ്മുടെ കയ്യിലുള്ള കളർ ഇതാണ്. ഇത് വെരിഗേറ്റഡ് ആണ്. നമ്മൾ റബ്ബർ പ്ലാന്റ് തന്നെ വെരിഗേറ്റഡ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇത് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയ ഒരു കടകളിൽ നിന്ന് നമുക്ക് 2 ലീഫ് അവർ തന്ന ലീഫിൽ നിന്ന് നമ്മൾ 2 എണ്ണം നമ്മൾ വെച്ചിരിക്കണം. ഇതുണ്ട്, അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു പോട്ടി മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്ലാന്റായിട്ട് മാറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ റബ്ബർ പ്ലാന്റിൻ്റെ തന്നെ ഇതുണ്ട്, വേറൊരു വലിയ ലീഫ് 2 എണ്ണം വെച്ചിട്ടുണ്ട്. അതിനും വാട്ടറിൽ വെച്ചിട്ട് വേര് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പം നമ്മളിതിനകത്തൊരു ടിപ്സ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ റബ്ബർ പ്ലാന്റ് കൂടാതെ തന്നെ നമ്മുടെ കയ്യിലുള്ളൊരു വേറൊരു ഇൻഡോർ പ്ലാന്റാണ് ഫിഡിൽഫിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫിഡിൽഫിക്കിൽ തന്നെ 2 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഒരെണ്ണം നല്ല വലിയ ലീഫുള്ളതും അതുപോലെ ഇത്രയും ചെറിയ ലീഫാണ്. പക്ഷേ എല്ലാം നമ്മൾ ഒരേ പ്രായത്തിൽ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണിത്. പക്ഷേ 2 വെറൈറ്റി നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫ് നമ്മളൊന്നൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തതിൻ്റെ കൂട്ടത്തിലിട്ടായിരുന്നു. പക്ഷേ ഇതുണ്ട്, അതിലും നമുക്ക് വേര് മുളച്ച് കിട്ടി. ഈ ഫിഡിൽഫിക് ചെയ്യാനായിട്ട് എളുപ്പം എയർലെറിങ്ങാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിലും ഇപ്പോൾ ഈ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തതിൽ നമുക്ക് ലീഫ് കിട്ടിയിട്ടുണ്ട്. വേര് മുളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന് 3 ഇല വെച്ചതിൽ, അതായത് ഈ വലുതിൽ നിന്ന് ഒരു ലീഫും വെച്ചിട്ടുണ്ട്, ചെറുതിൽ നിന്ന് 2 ലീഫും വെച്ചിട്ടുണ്ട്. അതിൽ 3ലും വേര് പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഫിഡിൽഫിക്. ഇതുകൂടാതെ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഇപ്പം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതായത് നിറച്ച് ചകരം വരുന്നതും ഇത് നമ്മൾ കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചെടുക്കാം. പക്ഷേ നമ്മളിത് കുറച്ചുകൂടി ഹൈറ്റ് വെക്കാൻ വേണ്ടിയാണ് ഇത് 2 നമ്മൾ കട്ട് ചെയ്യാത്തത്. നന്നായിട്ട് വളർന്നു പോട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇത് മഴ ഇഷ്ടപ്പെടുന്നൊരു മഴക്കാടുകളിൽ വളരുന്നൊരു മരമാണ് ഈ ഫിഡിൽഫിക് എന്ന് പറയുന്നത്. ഇൻഡോർ വെക്കാൻ ഏറ്റവും നല്ല ഭംഗിയാണിത്. നല്ല ഇൻഡോർ പ്ലാന്റിലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അടിപൊളിയായിട്ട് കിടന്നോളും. അതുകൂടാതെ തന്നെ വേറൊരു പ്ലാന്റാണ് ഇതിൽ നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. പക്ഷെ നല്ല ഭംഗിയായത് കാണാനായിട്ട്. എനിക്കൊരു ചെറിയൊരു തണ്ടാണ് കിട്ടിയത്. പക്ഷേ അതിൻ്റെ 3 ലീഫ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്ത ഈ ഒരു സെറ്റപ്പിലോട്ട് നമ്മൾ 3 ലീഫ് കുത്തി കൊടുത്തായിരുന്നു. അതിലും വേര് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇത് ചെയ്തപ്പോൾ 1 സ്പൂൺ പഞ്ചസാര ഫസ്റ്റ് വെള്ളത്തിൽ നമ്മൾ കലക്കി കൊടുത്തായിരുന്നു ആദ്യത്തെ തവണ. അതോടുകൂടി ഒരു ലീഫ് ഇതിനകത്ത് വേസ്റ്റായി പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ലീഫും നമുക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 3 ദിവസം കൂടുമ്പോൾ നമ്മളിത് ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ വെക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടൊരു 3 ദിവസത്തിൽ കൂടുതൽ വെള്ളം ഇട്ടേക്കരുത്. വെള്ളം നമ്മൾ മാറി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കൂത്താടി വളരും. അതുകൂടാതെ തന്നെ പുതിയ വെള്ളമാകുമ്പോൾ പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വേറൊരു പ്ലാന്റ് കൂടി നമ്മുടെ കയ്യിലുള്ളതിൽ നമ്മൾ ഇത് ലക്കി ബാമ്പ് എന്ന് പറയും. ഇതും നമ്മൾ ഇതിലും വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർ പ്രൊപ്പഗേഷൻ നമുക്ക് പരിചയമില്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അത് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷൻ കുറേയൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, കുറച്ച് മോൺസ്റ്റർ പ്ലാന്റിൻ്റെ എല്ലാം കളക്ഷൻ നമ്മളിപ്പം എല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ളൊരു കളക്ഷനാണ്. ഇതെല്ലാം ഇനിയൊന്ന് ഉഷാറാക്കി വരും. നമ്മളൊരു ചെടിയുടെ ലോകത്തേക്ക് നമ്മൾ കടക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാൾ ചെയ്ത പച്ചക്കറി അല്ലാതെ നമ്മൾ ചെടിയുടെ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെയും ഇതുപോലുള്ള പ്ലാന്റിൻ്റെ എല്ലാം നമ്മുടെ ഒരു കളക്ഷൻ നമ്മൾ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി വിശദമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക.